വീട്ടിലെ കഷ്ടപ്പാടും പ്രാരാബ്ധങ്ങളും കണ്ടുവളർന്ന കുട്ടികൾക്ക് ജീവിതത്തെക്കുറിച്ച് വലിയ ലക്ഷ്യബോധമുണ്ടാകും. നന്നായി പഠിക്കണമെന്നും ഒരു ജോലി വാങ്ങണമെന്നും ഉള്ളിൽ വാശി കാണും. പഠിച്ച് ജോലി കിട്ടിക്കഴിയുമ്പോൾ മാതാപിതാക്കളുടെ ദുരിത ജീവിതത്തിന് അറുതി ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ദന്ത ഡോക്ടറാകണമെന്ന സ്വപ്നത്തോടെയാണ് നിതിൻ രാജ് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ BDSന് ചേർന്നത്. അവിടെ വെച്ച് റാഗിങ്ങും അധ്യാപകരുടെ ചൂഷണവും നേരിട്ടപ്പോഴും അവൻ്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഡോക്ടറായിട്ടേ പുറത്തിറങ്ങും. എന്നാൽ പിന്നീട് എന്താകും അവന് സംഭവിച്ചത്? അധ്യാപകൻ്റെ മാനസിക പീഡനത്തിനപ്പുറം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നിതിനെ അലട്ടിയിരുന്നു. അധ്യാപകർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടും എന്തുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത്? കേസ് ലോണാപ്പിൽ ഒതുക്കാനുള്ള നീക്കമാണോ നടക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആരൊക്കെ തളർത്തിയാലും ഡോക്ടറായിട്ടേ പുറത്തിറങ്ങും. കോളേജ് അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും പല ചൂഷണങ്ങൾ നേരിട്ടപ്പോഴും നിതിൻ രാജ് സുഹൃത്തുക്കളോട് ചങ്കുറപ്പോടെ ഇങ്ങനെ പറഞ്ഞതാണ്. പിന്നെ എന്തിനാകും ആ ചെറുപ്പക്കാരൻ സ്വയം ജീവിതം അവസാനിപ്പിച്ചത്? അധ്യാപകന്റെ മാനസിക പീഡനവും അധിക്ഷേപവുമാണ് മരണത്തിന് കാരണമെന്ന് കുടുംബം പറയുമ്പോഴും മറ്റ് സാധ്യതകളിലേക്ക് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാൽ ഓൺലൈൻ ആപ്പിൻ്റെ ഭീഷണിയെക്കുറിച്ചുള്ള പോലീസിൻ്റെ കണ്ടെത്തലുകൾ ഉന്നതരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണത്തിൽ മാനേജ്മെൻറ്റിനെതിരെയും അന്വേഷണം നടക്കുകയാണ്. കോളേജ് ചെയർമാൻ ജബ്ബാർ ഹാജിക്കെതിരെയും അധ്യാപകർക്കെതിരെയും നിരവധി പരാതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. സംഭവത്തിൽ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറോട് ഗവർണർ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം കോളേജ് മാനേജ്മെന്റിനെതിരെയും അന്വേഷണം. പഴയങ്ങാടി മാട്ടൂൽ സ്വദേശി അബ്ദുൽ ജബ്ബാർ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ്. നിലവിൽ ഭൂമി സംബന്ധമായ തർക്കത്തെ തുടർന്ന് നിയമപോരാട്ടം നടക്കുന്നിടത്താണ് കോളേജ് പ്രവർത്തിക്കുന്നത്. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള കാസർഗോഡ് ജില്ലയിലെ പൊയിനാച്ചിയിലുള്ള സെഞ്ചുറി ഡെന്റൽ കോളേജിന്റെ അംഗീകാരം നേരത്തെ നഷ്ടപ്പെട്ടിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും മാലിന്യ പ്രശ്നവുമാണ് അംഗീകാരം നഷ്ടപ്പെടാൻ കാരണം. കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷനാണ് അംഗീകാരം റദ്ദ് ചെയ്തത്. ഇത് സംബന്ധിച്ച ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. VHP നേതാവ് SP ഷാജിയായിരുന്നു ആദ്യ പരാതിക്കാരൻ. സെഞ്ചുറി ഡെന്റൽ കോളേജിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തമായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു. മാലിന്യ പ്രശ്നം അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രശ്നം ഹിന്ദു ഐക്യവേദിയിലെ ഒരു ജില്ലാ ഭാരവാഹി എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാനത് വളരെ വ്യക്തമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതുപോലെ DMO, കളക്ടർ, അങ്ങനെ ആധികാരികമായി ഞാൻ എല്ലാ സ്ഥലത്തും ആദ്യമായിട്ട് സെഞ്ചുറി ഡെന്റൽ കോളേജിനെതിരെ ആദ്യമായിട്ടൊരു പരാതി അങ്ങനെയാണ് വന്നത്. 2 വർഷമായി ഇവിടെ അഡ്മിഷൻ നിർത്തിവെച്ചിട്ട് നിലവിലുള്ള വിദ്യാർത്ഥികളെ സംസ്ഥാനത്തെ മറ്റു കോളേജുകളിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രസ്റ്റേജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്ന പേരിലാണ് കണ്ണൂർ ദന്തൽ കോളേജിന്റെ പ്രവർത്തനം. AK അബ്ദുൽ ജബ്ബാർ എന്ന ജബ്ബാർ ഹാജി ചെയർമാനും അദ്ദേഹത്തിന്റെ മകൻ ജാബിർ ജബ്ബാർ, ബന്ധുക്കളായ AK മഹബൂബ്, SB നസീറ എന്നിവരാണ് ട്രസ്റ്റികൾ. എന്നാൽ ഇതിലെ ഒരാളെ പോലും വിദ്യാർത്ഥികളോ രക്ഷിതാക്കളോ കണ്ടിട്ടില്ല. വിദേശത്താണെന്നാണ് ഔദ്യോഗിക വിവരം. ദന്തൽ കോളേജിലെ HOD ഡോക്ടർ MK റാമിനി ഒരു കേസാണ് പ്രത്യക്ഷത്തിലുള്ളതെങ്കിൽ കനേഡിയൻ പൗരത്വമുണ്ടായിരുന്ന ചെയർമാൻ അബ്ദുൽ ജബ്ബാർ ഹാജിക്കെതിരെ ഭൂമി കയ്യേറ്റം, തരം മാറ്റൽ, വ്യാജരേഖ ചമക്കൽ, ഭൂമി മറിച്ചു വിൽക്കൽ, വഞ്ചന, അനധികൃത പണമിടപാടുകൾ, കോഴ വാങ്ങൽ തുടങ്ങി സിവിലായും ക്രിമിനലായും നിരവധി കേസുകൾ നിലവിലുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇയാൾ നാട്ടിലെത്തിയതായും വിവരമുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കറുവപ്പട്ട തോട്ടമാണ് അഞ്ചരക്കണ്ടി കോളേജ് ക്യാമ്പസിലേത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ കാലത്തു തന്നെ ഇവിടെ കറുവ കൃഷി ആരംഭിച്ചിരുന്നു. ദന്തൽ കോളേജ് മാത്രമല്ല,
പ്രസ്റ്റേജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിനുള്ളത് മെഡിക്കൽ കോളേജ്, ഫാർമസി കോളേജ്, നഴ്സിംഗ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, BBA ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റാർ ഹോട്ടൽ അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുടെ ഉടമയാണ് അനേകം കേസുകളിൽ പ്രതിയായ ജബ്ബാർ ഹാജി. എന്നാൽ ഇപ്പോൾ ദന്തൽ കോളേജ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അയോഗ്യതയെ തുടർന്ന് ഘട്ടം ഘട്ടമായി മറ്റ് സ്ഥാപനങ്ങൾ പൂട്ടേണ്ടി വരികയായിരുന്നു. ഇതിനിടയിൽ നിതിൻ രാജിന്റെ പുതിയ ഓഡിയോ സന്ദേശം പുറത്തു വന്നു. ഒരു അധ്യാപകൻ തനിക്ക് നല്ല പിന്തുണ നൽകിയെന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുവെന്നുമാണ് സന്ദേശത്തിലുള്ളത്. ആരൊക്കെ തളർത്തിയാലും താൻ ഡോക്ടറായിട്ട് പുറത്തിറങ്ങുമെന്നും നിതിൻ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. അതുമാത്രമല്ല, പ്രിൻസിപ്പളും HODമാരും നിനക്കറിയുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് DA എക്സാം നടന്നല്ലോ ലാസ്റ്റ്. അപ്പോൾ ഒരു കൊച്ചു സാറ് അറിയുന്നില്ല, ഒരു വെളുത്ത ഒരു പൊക്കം കുറഞ്ഞൊരു സാറ്. അപ്പോൾ ആ സാറ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്നല്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഇത് കാണണമെന്ന് പറയുന്നത് നമുക്കൊന്ന് കാണണമല്ലോ എന്ന് ചോദിച്ചു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ അവരെന്തായാലും ആക്ഷൻസ് എടുക്കുമെന്ന് പറഞ്ഞു. കാരണം കുറേ കംപ്ലയിൻറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ എൻ്റെ അടുത്ത് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, മെൻ്റലി തളർത്തുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാൻ ഡ്രോപ്പ് ആക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. എനിക്കും എന്നെ പോലെയാണ്. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കണം, ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം. അതിപ്പോൾ ഇനി ആരൊക്കെ തളർത്താണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്തായാലും നേടിയെടുത്തിരിക്കും. അതേസമയം നിതിന്റെ മരണം ലോൺ ആപ്പിൽ മാത്രമായി ഒതുക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇതിനിടയിൽ വിഷയത്തിൽ ഇടപെട്ട് ഗവർണർ. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനോട് സംഭവത്തിൽ ഗവർണർ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കുടുംബാംഗങ്ങളിൽ നിന്നും തെളിവെടുപ്പ് നടത്തി. സർവകലാശാല സമിതി അംഗങ്ങൾ കോളേജിലെത്തി വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തും. വിശദമായ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം കോളേജിന്റെ അംഗീകാരം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഗവർണർ കടക്കും. നിതിന്റെ മരണം കേരളത്തിന് അംഗീകരിക്കാനാകാത്തതാണെന്ന് നേരത്തെ മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു. നിതിൻ രാജിന്റെ കുടുംബത്തോടൊപ്പമാണ് കേരളമെന്നും മുഖ്യമന്ത്രി FB പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു. KV ബൈജു, ന്യൂസ് 18 കണ്ണൂർ. യൂട്യൂബറും മോഡലും സിനിമാ PROയുമായ റിൻസി മുംതാസിനെ ഓർമ്മയില്ലേ? ഏതാണ്ട് 9 മാസം മുൻപ് ഈ യുവതിയെക്കുറിച്ച് കേരളം ചർച്ച ചെയ്തതാണ്. സിനിമയിലെ പ്രമുഖരുമായി അടുത്ത ബന്ധം, പലർക്കും ലഹരി എത്തിച്ചു കൊടുക്കുന്നതിലെ പ്രധാന കണ്ണി. 2025 ജൂണിൽ റിൻസിയെ MDMAയുമായി പിടികൂടിയപ്പോഴാണ് ഇവരുടെ മയക്കുമരുന്ന് ഇടപാടുകൾ പുറത്തു വന്നത്. പിന്നീട് കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതോടെ യുവതി വീണ്ടും ലഹരി വിൽപ്പനയിലേക്ക് കടന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപത്തെ ഹോട്ടലിൽ നിന്ന് റിൻസിയും സംഘവും പിടിയിലായി. കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്കും നീങ്ങുമെന്നാണ് സൂചന. കൊച്ചി നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ലഹരിമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിൻസിയെയും കൂട്ടരെയും പോലീസ് കാക്കനാട് അറസ്റ്റ് ചെയ്യുന്നത്. ഈ കേസിലെ നടപടികൾ തുടരുന്നതിനിടെയാണ് 9 മാസത്തിനു ശേഷം വീണ്ടും സംഘം പിടിയിലാകുന്നത്. ഇവരിൽ നിന്ന് 3.58 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. റിൻസി മുംതാസിനൊപ്പം മറ്റ് 3 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാക്കനാട് വാഴക്കാല സ്വദേശി മുഹമ്മദ് റിഷാഖ്, ആലുവ സ്വദേശി അഭിജിത്ത്, നൂർനാട് സ്വദേശി ബിജു എന്നിവരാണ് മറ്റു പ്രതികൾ. ലഹരി ഉപയോഗിക്കുന്നതിനും മറ്റുള്ളവർക്ക് വിൽപ്പന നടത്തുന്നതിനുമായാണ് പ്രതികൾ ഹോട്ടലിൽ മുറിയെടുത്തതെന്ന് പോലീസ് പറയുന്നു. യുവ സിനിമാ താരങ്ങളുമായും സിനിമയിലെ മറ്റു പ്രമുഖരുമായും അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് റിൻസി. ഈ പശ്ചാത്തലത്തിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്കും വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ആദ്യ കേസിലും സമാനമായ നടപടികൾ ഉണ്ടായെങ്കിലും അന്വേഷണം എങ്ങുമെത്തിയില്ല. ലഹരിമരുന്ന് ശൃംഖലയിൽ ഇവർക്ക് മറ്റാരെങ്കിലുമായി ബന്ധമുണ്ടോയെന്നും സിനിമാ മേഖലയിലുള്ളവർക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്നുണ്ടോയെന്നും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇവരുടെ ഫോൺ രേഖകളും സാമ്പത്തിക ഇടപാടുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചും പോലീസ് നിരീക്ഷണം ശക്തമാക്കി. പിടിയിലായ 4 പ്രതികളും റിമാൻഡിലാണ്.
ന്യൂസ് 18 കൊച്ചി. രാത്രി സമയങ്ങളിൽ വീട്ടിൽ തനിച്ച് താമസിക്കുന്ന സ്ത്രീകളുടെയും വയോധികരുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ വീടകത്ത് നിന്ന് പൂട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. ഇനി അപരിചിതരോ എന്തിനു പറയുന്നു അയൽവാസികൾ പോലും വീട്ടിൽ വരികയാണെങ്കിൽ വാതിൽ തുറന്നു കൊടുക്കാൻ പോകരുത്. ജനൽ വഴി മാത്രം സംഭാഷണം മതി. ഇല്ലെങ്കിൽ സംഭവിക്കാനിടയുള്ള ഒരു ദുരന്തത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തൃശ്ശൂർ പാലക്കാട് ജില്ലകളുടെ അതിർത്തി പ്രദേശമായ ആറങ്ങോട്ടുകരയിലേക്ക് ഒന്ന് പോകാം. അവിടെ സെഫിയെ എന്ന 72-കാരിയെ കൊലപ്പെടുത്തിയ കേസ് ഞെട്ടലോടെയാണ് കേട്ടത്. കവർച്ചാശ്രമത്തിനിടെ അയൽവാസിയായ യുവാവാണ് സെഫിയെ കൊലപ്പെടുത്തിയത്. കേസിൽ പ്രതി ശരത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വാഭാവിക മരണമെന്ന് കരുതിയ കേസിൽ പോലീസിന്റെ വിശദമായ അന്വേഷണമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ശരീരത്തിൽ നിറയെ മുറിവുകളോടെയാണ് സെഫിയയുടെ മൃതദേഹം കണ്ടെത്തിയത്. ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും കാണാനില്ലായിരുന്നു. അപ്പോൾ തന്നെ കവർച്ചയാണ് കൊലപാതകത്തിന്റെ ലക്ഷ്യമെന്ന കാര്യത്തിൽ പോലീസ് ഏകദേശ നിഗമനത്തിൽ എത്തിയിരുന്നു. ദുരൂഹത ആരോപിച്ച് നാട്ടുകാരും ബന്ധുക്കളും രംഗത്തെത്തുകയും ചെയ്തു. മോഷണം സ്ഥിരീകരിച്ചതോടെ അയൽവാസിയായ വെട്ടുകാട്ട് വീട്ടിൽ ശരത് എന്ന 28-കാരൻ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. തെളിവുകൾ കിട്ടിയതോടെ കസ്റ്റഡിയിലെടുത്തു. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരാമർശം ചെറിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. ചോദ്യം ചെയ്യലിൽ ശരത്ത് കുറ്റം സമ്മതിച്ചതാണ് വഴിത്തിരിവായത്. ശനിയാഴ്ച വൈകുന്നേരം വീടിന്റെ പിൻവാതിലിലൂടെ അകത്ത് കയറിയ പ്രതി സ്വർണ്ണാഭരണങ്ങൾ കവരാൻ വേണ്ടി സഫിയെ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് 3 സ്വർണ്ണവളകളും മാലയും മോഷ്ടിച്ച് സ്വന്തം വീടിന്റെ കുളിമുറിയിൽ ഒളിപ്പിച്ചു. ഇവ പോലീസ് കണ്ടെടുത്തു. കൂടുതൽ തെളിവെടുക്കാൻ ശരത്തിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകും. കൊലപാതകം നടന്നത് എങ്ങനെ, നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ ബാക്കി എവിടെയെന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കും. സഫിയുടെ വീട്ടിലെ നാളികേരവും മറ്റും കൊണ്ടുപോകുന്നതിന് സഹായിയായി ശരത്ത് മുൻപ് എത്താറുണ്ടായിരുന്നു. കുന്നംകുളം SP മുരളീധരൻ, ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ ശശിധരൻ നായർ, SI-മാരായ KR ജസ്റ്റിൻ, സതീഷ് കുമാർ, സീനിയർ CPO വിനീത് മോൻ, CPO സുബിൻ എന്നിവരടക്കമുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ പാതിരാത്രിയിൽ നടന്ന ദുരൂഹമരണം നാട്ടുകാരെയും കച്ചവടക്കാരെയും ഭീതിയിലാക്കിയ കേസിൽ പല സംശയങ്ങളും ഉയർന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതോടെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. ബസ് സ്റ്റാൻഡിൽ വയോധികനെ കൊലപ്പെടുത്തിയ കേസിൽ ഒടുവിൽ പ്രതി പിടിയിലായിരുന്നു. അരുവിക്കര സ്വദേശി മധുസൂദനൻ നായരെ ഒറ്റപ്പാലം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ വയോധികന്റെ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീക്ക് കൊലപാതകത്തിൽ പങ്കില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മദ്യലഹരിയിലുള്ള വാക്കുതർക്കമാകാം സംഭവത്തിന് പിന്നിലെന്നാണ് വിവരം. പണം വാങ്ങിയത് തിരിച്ചു നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിലായിരുന്നു കൊലപാതകമെന്നാണ് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നിഗമനത്തിലെത്തിയത്. തുടർന്ന് മരിച്ചയാളുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടയാളെ തേടിയുള്ള അന്വേഷണമാണ് അരുവിക്കര സ്വദേശി മധുസൂദനനിലെത്തിയത്. മധുസൂദനനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. മരിച്ചയാൾ ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇയാളുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്.
ബന്ധുക്കൾ ആരെങ്കിലും അന്വേഷിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇത്. ചൊവ്വാഴ്ച രാവിലെയാണ് 60 വയസ്സ് തോന്നിക്കുന്നയാളെ ഒറ്റപ്പാലത്തെ ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം തലയ്ക്കടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. CCTV ദൃശ്യങ്ങൾ ഒറ്റപ്പാലത്തെ വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചാണ് മധുസൂദനനെ പോലീസ് കണ്ടെത്തിയത്. വാക്കുതർക്കത്തിനിടെ അടിയേറ്റയാൾ മരിച്ചെന്നുറപ്പായതോടെ മധുസൂദനൻ ചെർപ്പളശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു. ബുധനാഴ്ച വീണ്ടും ഒറ്റപ്പാലത്തെത്തിയപ്പോൾ പോലീസ് തിരിച്ചറിയുകയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ഫോൺ ഇല്ലാത്തതിനാൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇയാൾ വീണ്ടും വന്നത്. അതിനിടെ ഒരു സ്ത്രീയെയും പോലീസ് ചോദ്യം ചെയ്തെങ്കിലും കൊലപാതകത്തിൽ പങ്കില്ലെന്ന് മനസ്സിലാക്കി വിട്ടയച്ചിരുന്നു. ഷൊർണൂർ DYSP സജു K. എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് 18 ഒറ്റപ്പാലം. സമൂഹ മാധ്യമങ്ങളിലെ അപകടക്കെണികളെക്കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ? പ്രണയച്ചതിയും വഴിവിട്ട സൗഹൃദങ്ങളും അതിൻ്റെ അപകടങ്ങളും ഒക്കെ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളതാണ്. എത്രയൊക്കെ ബോധവൽക്കരണം നടത്തിയാലും നമ്മുടെ പെൺകുട്ടികൾ വീണ്ടും ഇരകളാകുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. മഹാരാഷ്ട്ര അമരാവതിയിലെ 19 വയസ്സ് മാത്രം പ്രായമുള്ള ആയൻ അഹമ്മദ് എന്ന യുവാവിൻ്റെ ചതിയിൽ കുടുങ്ങിയത് 200-ലധികം പെൺകുട്ടികളാണ്. വാട്സാപ്പ്, സ്നാപ്ചാറ്റ് എന്നിവയിലൂടെ സൗഹൃദം നടിച്ച് ഇയാൾ ഒട്ടേറെ പേരെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. നിരവധി പെൺകുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഇയാളുടെ ഫോണിൽ നിന്നും പിടിച്ചെടുത്തു. ഈ വീഡിയോകൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ലൈംഗിക തൊഴിലിനായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ നിർബന്ധിക്കുകയും പണം തട്ടുകയും ചെയ്തെന്നും പരാതി. വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാട്സാപ്പ്, സ്നാപ്ചാറ്റ് എന്നിവ വഴി 200ഓളം പെൺകുട്ടികളുമായി ചങ്ങാത്തമുണ്ടാക്കിയാണ് അയൻ അഹമ്മദ് അവരെ ചതിയിൽപ്പെടുത്തിയത്. അയൻ അഹമ്മദ് എന്നത് കൂടാതെ ഇയാൾക്ക് തൻവീർ അഹമ്മദ്, മുഹമ്മദ് അയാസ് എന്നിങ്ങനെയും പേരുകൾ ഉണ്ട്. വാട്സാപ്പ്, സ്നാപ്പ് ഗ്രൂപ്പുകളിൽ കയറിക്കൂടുന്ന ഇയാൾ പെൺകുട്ടികൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാണ് വലയിലാക്കുന്നത്. പിന്നീട് സംസാരിച്ച് വിശ്വാസം സമ്പാദിക്കും. പിന്നാലെ വീഡിയോ കോൾ ചെയ്ത് പെൺകുട്ടികളുടെ അറിവില്ലാതെ നഗ്ന വീഡിയോകൾ ചിത്രീകരിക്കും. ഇത്തരത്തിൽ 350ഓളം വീഡിയോകളാണ് ഇയാളുടെ ഫോണിൽ കണ്ടെത്തിയത്. വീഡിയോകൾ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ സ്വഭാവം മാറും. പിന്നെ പെൺകുട്ടികളോട് പണം ചോദിക്കും, ലൈംഗിക വൃത്തിക്ക് നിർബന്ധിക്കും. കുറച്ചു കാലമായി ഇയാൾ നിരവധി പെൺകുട്ടികളെ ഇങ്ങനെ വലയിലാക്കിയതായി ഫോൺ വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായി. ഡിലീറ്റ് ചെയ്ത വീഡിയോകളും ചാറ്റുകളും വീണ്ടെടുക്കാൻ ഫോറൻസിക് വിഭാഗം ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഫലം കൂടി വന്നു കഴിഞ്ഞാലേ എത്ര പേരെ ഇയാൾ ഇങ്ങനെ ചതിക്കുഴിയിലാക്കിയെന്ന് വ്യക്തമാകൂ. जे मोबाईल डिव्हाइसमध्ये त्यांनी जे फोटो आणि व्हिडिओ जे काढलेली आहे ते पण आम्ही जप्त केलेली आहे ॲज पर प्रोसिजर. आणि लवकर ते लवकर आम्ही ते मोबाईल डिव्हाइस जे आहे ते आम्ही फॉरेन्सिक एक्झामिनेशनसाठी पाठवणार. 7 പേരാണ് ഇതുവരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. ഇയാൾ അറസ്റ്റിലായതോടെ കൂടുതൽ പേർ അടുത്ത ദിവസങ്ങളിൽ പരാതി നൽകുമെന്നാണ് കരുതുന്നത്. ഈ വീഡിയോകളിൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന സംശയവും പോലീസിനുണ്ട്. ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾക്ക് ചോദ്യം ചെയ്യലിൽ വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല. ഇയാൾ ഒറ്റയ്ക്കാണോ ഇതെല്ലാം ചെയ്തത് എന്ന കാര്യത്തിലും വ്യക്തതയില്ല. വേറെ ആരെങ്കിലും ഒപ്പമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ആരെങ്കിലും ഇയാളുടെ ചതിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരാതി നൽകണമെന്നും വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കണമെന്നും അമരാവതി പോലീസ് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. പിടിയിലായ അയൻ അഹമ്മദിന് അസദുദ്ദീൻ ഒവൈസിയയുടെ ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമിൻ എന്ന പാർട്ടിയുമായി ബന്ധമുണ്ടെന്ന ആരോപണവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ഇത് ചെറിയ തോതിൽ ഈ വിഷയത്തെ രാഷ്ട്രീയ വിവാദമുണ്ടാക്കി. BJP MPയുടെ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നാണ് നാട്ടുകാരും പരാതിക്കാരുടെ മാതാപിതാക്കളും ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 അമരാവതി. രാജ്യത്തെ ഏറ്റവും വലിയ IT സേവന ദാതാക്കളായ TCSന്റെ നാസിക് യൂണിറ്റിൽ നിന്ന് പുറത്തു വന്ന വാർത്തകൾ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ലോകത്തെ ആടിമുടി പിടിച്ചുലയ്ക്കുന്നതാണ്. ലൈംഗിക അതിക്രമം, മതവികാരങ്ങളെ വ്രണപ്പെടുത്തൽ, നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങൾ തുടങ്ങിയ അതീവ ഗൗരവകരമായ ആരോപണങ്ങൾ. TCSന്റെ BPO ക്യാമ്പസിൽ അന്താരാഷ്ട്ര ബന്ധമുള്ള മതപരിവർത്തന റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നുവെന്നാണ് കണ്ടെത്തൽ. ക്യാമ്പസിൽ ശുചീകരണ തൊഴിലാളികളായി
വേഷം മാറിയെത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് സംഘത്തെ പൊക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് ടീം ലീഡർമാരും എഞ്ചിനീയർമാരും ഉൾപ്പെടെ 6 പേരെ അറസ്റ്റ് ചെയ്തു. കേസിലെ മുഖ്യപ്രതി HR മാനേജറായ നിദാ ഖാൻ ഒളിവിലെന്നാണ് വിവരം. കഴിഞ്ഞ മാർച്ച് 25-ന് നാസിക്കിലെ ദേവ്ലാലി ക്യാമ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു യുവതി നൽകിയ പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചത്. മുംബൈ നാഗ ഏരിയയിലെ BPO ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഈ യുവതി 2022 മുതൽ 2026 വരെയുള്ള കാലയളവിൽ താൻ നേരിട്ട ക്രൂരമായ അനുഭവങ്ങൾ പോലീസിനോട് വിവരിച്ചു. തന്റെ 3 സഹപ്രവർത്തകർ, അതിലൊരു സ്ത്രീയും ഉൾപ്പെടുന്നു, നിരന്തരമായി തന്റെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ടായിരുന്നുവെന്ന് അവർ ആരോപിച്ചു. ഇതിനേക്കാൾ ഭയാനകമായിരുന്നു ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ. ഒരു പുരുഷ സഹപ്രവർത്തകൻ തന്നെ പലതവണ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്തുവെന്ന് യുവതി പരാതിയിൽ വ്യക്തമാക്കി. ആ പരാതിയെ തുടർന്ന് നാസിക് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. TCSന്റെ മഹാരാഷ്ട്ര നാസിക്കിലെ BPO ക്യാമ്പസിൽ അന്താരാഷ്ട്ര ബന്ധമുള്ള മതപരിവർത്തന റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നതായി പോലീസ് നടത്തിയ രഹസ്യ നീക്കത്തിൽ വിവരങ്ങൾ ലഭിച്ചു. 4 വനിതാ പോലീസുകാർ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായി വേഷം മാറി ഓഫീസിനുള്ളിൽ മാസങ്ങളോളം നിരീക്ഷണം നടത്തിയാണ് വിവരങ്ങൾ ശേഖരിച്ചത്. വാട്സാപ്പ് ചാറ്റുകൾ, ഇരകളുടെ മൊഴികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ TCS ഓഫീസിനുള്ളിൽ റാക്കറ്റിന് കൂടുതൽ വിശാലമായ ശൃംഖലയുള്ളതായി SIT സംശയിക്കുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കുറ്റാരോപിതരായ ജീവനക്കാർ വനിതാ സഹപ്രവർത്തകരെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അവരെ മതപരിവർത്തനത്തിന് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതായി FIRൽ പറയുന്നു. 2022 മുതലുള്ള കാലയളവിലാണ് സംഭവങ്ങൾ നടന്നതെന്നും ഇക്കാര്യങ്ങൾ മൊഴിയിൽ വ്യക്തമായതായും SIT പറയുന്നു. ക്യാമ്പസിൽ ശുചീകരണ തൊഴിലാളികളായി വേഷം മാറിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് സംഘത്തെ വലയിലാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് ടീം ലീഡർമാരും എഞ്ചിനീയർമാരും ഉൾപ്പെടെ 6 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ മുഖ്യ ആസൂത്രകൻ HR മാനേജറായ നിദാ ഖാൻ ഒളിവിലെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇമ്രാൻ എന്ന പേരുള്ള മലേഷ്യൻ ബന്ധമുള്ള ഒരു മതപ്രഭാഷകൻ വീഡിയോ കോളുകൾ വഴി ജീവനക്കാരുമായി സംസാരിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വിദേശത്ത് മെച്ചപ്പെട്ട ജീവിതം വാഗ്ദാനം ചെയ്താണ് ഇയാൾ ജീവനക്കാരെ സ്വാധീനിച്ചിരുന്നത്. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള 12 ജീവനക്കാരെയാണ് റാക്കറ്റ് ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു മതപരിവർത്തന സംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു. വാട്സാപ്പ് ചാറ്റുകളും ഇരകളുടെ മൊഴികളും ഇതിനായി തെളിവായി ശേഖരിച്ചിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും 9 FIRകൾ രജിസ്റ്റർ ചെയ്തു. മൊഴി നൽകിയ 9 പേരിൽ 8 പേരും സ്ത്രീകളാണ്. ഇവരെ ചൂഷണം ചെയ്ത പ്രതികൾക്കെതിരെ ലൈംഗിക പീഡനം, വിവാഹ വാഗ്ദാനം നൽകിയുള്ള ബലാത്സംഗം, മതപരിവർത്തനത്തിനായുള്ള സമ്മർദ്ദം, മതവികാരം വ്രണപ്പെടുത്തൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. പ്രതികൾ ഉൾപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പുകൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. സഹപ്രവർത്തകരെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഇരകളെ കണ്ടെത്താനും പദ്ധതികൾ ഏകോപിപ്പിക്കാനുമാണ് ഈ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിരുന്നത്. ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ പൂർണ്ണമായി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഫോറൻസിക് സംഘം. 6 ടീം ലീഡർമാരും HR എക്സിക്യൂട്ടീവ് നിദാ ഖാനും ഉൾപ്പെടെയുള്ള പ്രതികൾ സഹപ്രവർത്തകരെ അധിക്ഷേപിക്കുകയും ഇസ്ലാമിക ആചാരങ്ങൾ സ്വീകരിക്കാൻ നിരന്തര സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നതായി മൊഴിയിൽ പറയുന്നു. HR എക്സിക്യൂട്ടീവ് നിദാ ഖാന്റെ റിക്രൂട്ട്മെന്റ് രീതികളെയും സ്ഥാപനത്തിലെ അവരുടെ പങ്കിനെയും കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. കമ്പനിക്കുള്ളിലെ ആഭ്യന്തര പരിശോധനകളെക്കുറിച്ചും റിക്രൂട്ട്മെന്റ് തീരുമാനങ്ങളെക്കുറിച്ചും TCSനോട് SIT വിവരങ്ങൾ തേടി. അന്വേഷണം പുരോഗമിക്കുന്നതനുസരിച്ച് കേസിൽ കൂടുതൽ പ്രതികൾ കുടുങ്ങുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഗാനമേളകളും സ്റ്റേജ് ഷോകളും നടക്കുമ്പോൾ ആളുകൾ നൃത്തം ചെയ്യുന്നത് സ്വാഭാവികം അല്ലേ? എന്നാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പതിവായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നവരുണ്ട്. കൊല്ലത്ത് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളയ്ക്കിടെ വയോധികനെ ക്രൂരമായി മർദ്ദിച്ചത് യാതൊരു പ്രകോപനവുമില്ലാതെയാണ്. ഗാനമേളയ്ക്കിടെ ആവേശത്തോടെ നൃത്തം ചെയ്തതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. പ്ലാസ്റ്റിക് കസേര കൊണ്ട് മുഖത്തടിയേറ്റ തിരുവനന്തപുരം ആറ്റുകാൽ സ്വദേശി ബാലചന്ദ്രൻ
ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പരാതിയില്ലാത്തതിനാൽ പോലീസ് ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഗാനമേളയുടെ ആവേശത്തിൽ നൃത്തം ചെയ്യുന്നതിനിടെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ഒരാൾ പ്ലാസ്റ്റിക് കസേര കൊണ്ട് ബാലചന്ദ്രന്റെ മുഖത്തടിച്ചത്. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ മൂക്കിന് പരിക്കേറ്റ ബാലചന്ദ്രൻ തിരിച്ചു പ്രതികരിക്കുന്നതും വീഡിയോയിൽ കാണാം. ആക്രി പെറുക്കി വിറ്റ് റോഡരികിൽ കഴിയുന്നയാളാണ് ബാലചന്ദ്രൻ. മദ്യപിച്ച നിലയിൽ നൃത്തം ചെയ്യുകയായിരുന്നുവെന്നാണ് വിവരം. സംഭവത്തിൽ ആക്രമണം നടത്തിയ ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് വിവരം. എന്നാൽ പൊതുവേദിയിൽ വയോധികനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും നാട്ടുകാരിലും ശക്തമായ പ്രതിഷേധമുയരുകയാണ്. ന്യൂസ് 18 കൊല്ലം. കുട്ടികൾക്കിപ്പോൾ അവധിക്കാലമാണ്. ഈ സമയത്താണ് പലരും കുടുംബവും ഒന്നിച്ച് വിനോദയാത്ര പോകുന്നത്. എന്നാൽ വീട് പൂട്ടി ഇങ്ങനെ യാത്ര പോകുമ്പോൾ അല്പം ശ്രദ്ധയും ജാഗ്രതയും വേണം. വീട്ടിലുള്ള സ്വർണം ബാങ്കിലെ ലോക്കറിലോ മറ്റോ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ആ സന്തോഷം പിന്നീട് ദുഃഖമായി മാറാം. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി അനസും കുടുംബവും വീട് പൂട്ടി ഊട്ടിയിൽ വിനോദയാത്രയ്ക്ക് പോയ സമയത്തുണ്ടായ വൻ കവർച്ചയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 25 പവൻ സ്വർണം മോഷണം പോയെന്നാണ് പരാതി. ബുധനാഴ്ച പുലർച്ചെയോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത്. വീടിൻ്റെ വാതിൽ തുറന്നു കിടന്ന നിലയിലായിരുന്നു. CCTVയും തകർത്തിട്ടുണ്ട്. നെടുമങ്ങാട് ചുള്ളിമാനൂരിൽ കഴിഞ്ഞ ദിവസമാണ് അടച്ചിട്ട വീടിന്റെ വാതിൽ തകർത്ത് മോഷണം നടന്നത്. വീട് കുത്തിത്തുറന്ന കള്ളൻ 25 പവൻ സ്വർണം മോഷ്ടിച്ചെന്ന് പരാതിയിൽ പറയുന്നു. കൊച്ചാട്ടുകാലിൽ സ്വദേശി അനസിന്റെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച അനസും കുടുംബവും ഊട്ടിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയിരുന്നു. ബുധനാഴ്ച രാവിലെ ഇവർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻവശത്തെ വാതിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ച നിലയിലായിരുന്നു. ഏകദേശം 25 പവനിലധികം സ്വർണം നഷ്ടപ്പെട്ടതായാണ് കുടുംബം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. അകത്തു കയറിയ മോഷ്ടാക്കൾ ബെഡ്റൂമിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത്. വീട്ടിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും തെളിവ് നശിപ്പിക്കാനായി മോഷ്ടാക്കൾ അതും തല്ലി തകർത്തു. നെടുമങ്ങാട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. പ്രദേശത്തെ മറ്റ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. വിനോദയാത്രയ്ക്ക് പോയ വിവരം അറിയാവുന്നവരാണോ മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ അമ്മയോടൊപ്പം ഉറങ്ങിക്കിടന്ന 3 വയസ്സുള്ള പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസ് കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. കഴിഞ്ഞ വർഷം ഏപ്രിലിലാണ് ഓരോ മാതാപിതാക്കളുടെയും മുന്നിൽ ഈ കോരിയിട്ട സംഭവം ഉണ്ടായത്. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി ദേവിയെ പിന്നീട് ബസ് സ്റ്റാൻഡിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ആ സംഭവം നടന്ന് 1 വർഷം തികയും മുൻപ് പ്രതിക്ക് കോടതി ശിക്ഷയും വിധിച്ചിരിക്കുന്നു. നാടിനെ നടുക്കിയ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ നാടോടി സ്ത്രീക്ക് 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ. ഏപ്രിൽ 21 രാത്രിയിലായിരുന്നു സംഭവം. മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മയുടെ കൂടെ ബസ് സ്റ്റാൻഡിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ
പ്രതി തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തൃശൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിൽ അടൂരിൽ നിന്ന് ഇവർ കുട്ടിയുമായി കയറി. ടിക്കറ്റ് എടുക്കാൻ അടുത്തു വന്നപ്പോൾ ബസ് കണ്ടക്ടർ അനീഷിന്റെ കാലിൽ കുട്ടി മുറുകെ പിടിച്ചു. സംശയം തോന്നിയ കണ്ടക്ടർ യുവതിയെ ചോദ്യം ചെയ്തു. ഇവർക്ക് തമിഴും കുട്ടിക്ക് മലയാളവും മാത്രമേ അറിയൂ എന്ന് കണ്ടക്ടർ മനസ്സിലാക്കി. പരസ്പര വിരുദ്ധമായി സംസാരിച്ച യുവതിയെയും കുട്ടിയെയും പന്തളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. തുടർന്ന് കുട്ടിയെ കാണാതായ പരാതിയിൽ അന്വേഷണം നടത്തിയിരുന്ന കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇവരെയും കുഞ്ഞിനെയും എത്തിക്കുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർ സവിരാജനാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. കൊല്ലം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന കുട്ടി കോടതിയിൽ വെച്ച് പ്രതിയെ തിരിച്ചറിഞ്ഞു. പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ സിസിൻ ജി മുണ്ടയ്ക്കൽ, സോജ തുളസീധരൻ എന്നിവരാണ് പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായത്. ന്യൂസ് 18 കൊല്ലം. വ്യാജ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ഒട്ടേറെ വാഹനങ്ങൾ ഇപ്പോൾ നിരത്തിലൂടെ ഓടുന്നുണ്ട്. അതിൻ്റെ മറവിൽ കള്ളക്കടത്തും ലഹരി ഇടപാടും ഉൾപ്പെടെ നടക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ പോലും ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം. പാലക്കാട്ടെ ഒരു ടാക്സി ഡ്രൈവർക്ക് വന്ന ഫോൺ കോളിൽ നിന്നാണ് വലിയൊരു തട്ടിപ്പിൻ്റെ കഥ പുറത്തു വന്നത്. മലപ്പുറം എടവണ്ണപ്പാറയിൽ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് പണം നൽകാതെ മുങ്ങിയ വാഹനം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഈ വ്യാജ നമ്പറുള്ള കാറിലേക്ക് എത്തിയത്. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു കാറിന്റെ നമ്പർ മറ്റൊരു വാഹനത്തിൽ പതിപ്പിച്ച് വ്യാജ നമ്പറുമായി വ്യാപകമായി തട്ടിപ്പ് നടത്തുന്നതായാണ് പരാതി. എടവണ്ണപ്പാറയിൽ പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം നിറച്ച് പണം നൽകാതെ മുങ്ങിയ കാറിനെ കുറിച്ചുള്ള അന്വേഷണമാണ് അമ്പരപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ തട്ടിപ്പിന്റെ ചുരുളഴിച്ചത്. പണം നൽകാതെ മുങ്ങിയ കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ആ നമ്പർ പാലക്കാട്ടുള്ള ഒരു ടാക്സി വാഹനത്തിന്റെ നമ്പറാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ വാഹനം ഇപ്പോഴും പാലക്കാടാണ് ഉള്ളതെന്നും ജില്ല വിട്ടുപോയിട്ടില്ലെന്നുമാണ് അന്വേഷണത്തിൽ മനസ്സിലായത്. ഇതോടെ വ്യാജ നമ്പറുള്ള കാറിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ എടവണ്ണപ്പാറ പറയങ്ങാട്ട് ഫ്യൂവൽസ് എന്ന പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കുന്നതിനായി KL 9E3443 എന്ന നമ്പറിൽ കാർ വന്നു. 1500 രൂപയ്ക്ക് ഇന്ധനം നിറച്ച ശേഷം പണം നൽകുന്നതിന് ഡെബിറ്റ് കാർഡ് നൽകി. ജീവനക്കാരൻ കാർഡ് സ്വൈപ്പ് ചെയ്യുന്നതിനായി പോയ തക്കം നോക്കി ഡ്രൈവർ കാറുമായി സ്ഥലം വിട്ടു. ഇനിയാണ് ട്വിസ്റ്റ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നമ്പർ ശേഖരിച്ച് RC ഓണറെ ബന്ധപ്പെട്ടപ്പോഴാണ് അത് പാലക്കാട്ടെ ഒരു ടാക്സിക്കാരന്റെ നമ്പറാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇതോടെ പെട്രോൾ പമ്പ് അധികൃതർ പോലീസിൽ പരാതി നൽകി. CCTV ഉപയോഗിച്ച് വണ്ടിയുടെ നമ്പർ എടുത്ത് അന്വേഷിച്ച് നോക്കുമ്പോൾ ഓണർ കിടക്കുന്നത് വണ്ടി ഫേക്കാണ്, നമ്പർ ഫേക്കാണ്. അപ്പോൾ ഓണർ കിടക്കുന്നത് വേറെ സ്ഥലത്താണ്. അപ്പോൾ ആ നമ്പറുമായിട്ട് ഈ വന്ന കാറിന് യാതൊരു ബന്ധമില്ല. അപ്പോൾ സമാനമായ കേസുകൾ ഇപ്പോൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഞങ്ങൾ വയക്കാട് പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 1500 രൂപ പോയതല്ല, ഇനി ഇത്തരത്തിൽ ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ കൂടിയാണ് പരാതി നൽകിയതെന്നും വ്യാപാരികൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് പമ്പുടമ പറയുന്നത്. ന്യൂസ് 18 തിരൂർ. പരിധികളില്ലാതെ സ്നേഹിക്കുക, പരാതികളില്ലാതെ മനസ്സിലാക്കുക. കുടുംബജീവിതവും സൗഹൃദങ്ങളുമൊക്കെ ദൃഢമായി മുന്നോട്ട് പോകാൻ ആവശ്യം വേണ്ട 2 കാര്യങ്ങളാണിത്. പരസ്പരം മനസ്സിലാക്കാനും സഹായിക്കാനും കഴിയുന്ന മനോഭാവവും സ്നേഹിക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ ഒരു വീട് സ്വർഗതുല്യമായി. നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി എന്തും ചെയ്യാൻ കഴിയുമല്ലേ. അതുമാത്രമല്ല, പ്രതിസന്ധികളെ ഒരുമിച്ച് നിൽക്കാനും ഐക്യത്തോടെ ജീവിക്കാനും അത് സഹായിക്കും. അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കി പെരുമാറുന്നവരാണ് പങ്കാളികളെങ്കിൽ
അവിടെ കലഹത്തിൻ്റെയും സംഘർഷങ്ങളുടെയും സാഹചര്യങ്ങൾ ഇല്ലാതാകും. വെറുതെ വഴക്കിട്ട് ജീവിതം നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അല്പം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്ക് സ്വയം ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.